എന്താണ് മുങ്ങിയപ്പലിന്റെ മുതലാളിയെ പോലെ ഇരിക്കണേ? സാമ്പത്തിക മാന്ദ്യം. സാമ്പത്തിക മാന്ദ്യോ? അങ്ങനെ ട്രംപ് നിനക്കിട്ട് പണിയല്ലോ തോന്നുന്നു. ട്രംപല്ല, ബുഷ്. പുഷ്പന്റെ ബുഷ് ഞാൻ ഒരു ഏതാ മെഡിക്കൽ സ്റ്റോറിൽ ഇങ്ങനെ പൈൻറ്റ് പുഷ്പനോ? അവൻ എന്ത് പണിയാണ് നിനക്ക് കിട്ടിയത്? എടാ നാളെ തരാൻ 500 രൂപയും കടം മാറ്റിട്ട് പോയതാ തേണ്ടി. ഇപ്പൊ മാസം പേട്ടായി, പൈസയില്ല. എന്റെ കയ്യിലാണ് 5 പൈസ ഇല്ല. അപ്പൊ നീ അവനോട് ചോദിച്ചില്ലേ? ചോദിക്കുമ്പോ ഇന്ന് തരാം നാളെ തരാന്ന് പറയും. ഈ വാങ്ങാൻ വരുമ്പോൾ ശുഷ്കാന്തി ഈ ചോദിക്കുമ്പോ കാണില്ലല്ലോ. നമുക്ക് 500 തരാനല്ലേ? 500 50 രൂപ പോകും, പിന്നെ ഒരു 50 രൂപ ഞാൻ എടുക്കും. പോയിട്ട് നിനക്കൊരു 400 രൂപ കിട്ടും. മതിയോ? അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ മതി. അത് മതി. 400 കിട്ടില്ലേ? ഒന്നും കിട്ടാതെ ഭേദമല്ലേ? അല്ല ഇതെങ്ങനെ ഒപ്പിക്കും? എങ്ങനെ ഒപ്പിക്കുമോ? കൊക്സ് എത്ര കുളം കണ്ടത്, കുളംസ് എത്ര കൊക്സിനെ കണ്ടത്. എടാ നീ ഗോഷ്ടി കാണിക്കാതെ എങ്ങനെ കാശ് വാങ്ങിക്കുന്നു പറ. എന്നെ കണ്ടാൽ ഇപ്പൊ എന്ത് തോന്നുന്നു? കമാൻ പറയൂ. നിന്നെ കണ്ടാൽ ഇപ്പൊ അന്ധനാണോ? യെസ്, അന്ധൻ. അതാണ് എനിക്ക് വേണം. ബാക്കി ഞാൻ പറയാം. അന്ധനായിട്ട്? എടാ ഈ അന്ധനായി ഞാൻ അതേ ഒരു പൈപ്പ് എടുക്കും. ഈ അന്ധനായി ഞാൻ നേരെ ആ മെഡിക്കൽ സ്റ്റോറിന്റെ അകത്തേക്ക് ചെല്ലും. എന്നിട്ട് അവന്റെ അടുത്ത് 2 സാധനങ്ങൾ എടുത്തു തരാൻ പറയുന്നു. ചേട്ടാ 2 ഹെർബൽ ഷാമ്പു തരുമോ? അപ്പോൾ അവൻ എനിക്ക് ഹെർബൽ ഷാമ്പൂവിന്റെ 2 ചെറിയ കുപ്പി തരും. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും എത്ര രൂപയാണ്? 2 ഹെർബൽ ഷാമ്പു. എത്ര രൂപ ചേട്ടാ? അപ്പോൾ പറയും 50 രൂപ. കാരണം 25ന്റെ 2 പാക്കറ്റ് ആണല്ലോ ഞാൻ മേടിച്ചത്. ഷാമ്പു വാങ്ങിക്കുന്നതിനാ? തേച്ചു കുടിക്കാനാ? നീ ആദ്യം എന്റെ കാശ് എങ്ങനെ വാങ്ങിച്ചിരുന്നു പറ. ഷാമ്പു എടാ എവിടെയാണ് ട്വിസ്റ്റ്? ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഒരു 50 രൂപ പോകുന്നു. നീ ബാക്കി കേക്ക്. നീ പറ. എടാ ഇപ്പൊ ഈ അന്ധനായി ഞാൻ ഒരു 500ന്റെ നോട്ടും ഒരു 50ന്റെ നോട്ടും അവനെ കാണിക്കും. ചേട്ടാ 50 രൂപ എന്നല്ലേ പറഞ്ഞേ? ഇതിലൊന്ന് 50 ഒന്ന് 500 ആണ് ചേട്ടാ. എനിക്ക് കാണാൻ പാടില്ലാത്തതുകൊണ്ട് ഇതിൽ ഏതാ 50 ഏതാ 500 എന്ന് അറിയാൻ പാടില്ല. അപ്പം ചേട്ടൻ്റെ 50 ചേട്ടനങ്ങ് എടുത്തോ. ഇടാ അവൻ പൈസ കൊതിയനായോണ്ട് അവൻ ഉറപ്പായിട്ട് 500 തന്നെ പിടിക്കും. 50 പറഞ്ഞോണ്ട് നീ സംശയം നോക്കിക്കോ. 50 ഞാൻ എടുത്തു കേട്ടോ. എങ്ങനെയുണ്ട്? ഇവിടെ എന്നാ ഉള്ള പരിപാടിയായി? ഇപ്പൊ അവൻ വീണ്ടും 500 കൊണ്ടേയില്ലേ? ഇവിടെ പൊട്ടങ്ങണപ്പാ, വിവരമില്ലാത്തവനെ, വെളിവില്ലാത്തവനെ, ലിസ്റ്റ് കിടക്കുമല്ലേ. ചേട്ടൻ അങ്ങനെയാണെങ്കിൽ ഒരു ഉപകാരം ചെയ്യാമോ? ചേട്ടൻ ഈ 50 എനിക്ക് തന്നിട്ട് ഈ 500 ചേട്ടൻ വെച്ചോ. എന്നിട്ടൊരു 450 രൂപ ബാക്കി എനിക്ക് തന്നേരെ. 50 രൂപ ചേട്ടൻ എടുത്തോ. ചില്ലറയ്ക്ക് ആവശ്യമുണ്ട് ചേട്ടാ. അപ്പോൾ അതെ അവൻ ഈ ആക്കടി പറ്റുമോ? അത് ഇങ്ങനെ വാ വിളിച്ചിരിക്കും. എങ്ങനെ വാ വിളിച്ചിരിക്കും. എങ്ങനെയുണ്ട്? ആ 50 രൂപയ്ക്ക് പകരം 450 രൂപ അവനെനിക്ക് തരാണ്ട് പറ്റുമോ? കടയിൽ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ, അന്ധനായി എന്നെ പറ്റിക്കാൻ അവര് സമ്മതിക്കുമോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. കാശ് കിട്ടിക്കഴിയുമ്പോൾ നിന്റെ തനി സ്വഭാവം നീ എന്നോട് കാണിക്കരുത്. 50 രൂപ ഞാൻ എടുക്കും, 50 രൂപ തിന്നു, പോയിട്ട് 400 രൂപ തരും. എടാ 400 കിട്ടിയാ നിനക്കൊരു സ്മോളും ഞാൻ കരുതി വെക്കും. വേട്ടെ ചെല്ലേ. ഒരു സ്മോള് കിട്ടുമെങ്കിൽ ഞാൻ എന്തും ചെയ്യും. ഓപ്പറേഷൻ